ദീപം 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 ദൈവമേ നാരായണ. മാലിനി, മാലിനി, എന്താ? നേരെ ഇത്രയായിട്ടും ഉമ്മറത്ത് വിളക്കെത്തിച്ചു വെക്കാൻ ഇവിടെ ആർക്കും കയ്യൊഴിവില്ലേ? അയ്യോ, വിളക്ക് ഇപ്പൊ ഞാൻ കത്തിച്ചു വെച്ചതാണല്ലോ. എന്നിട്ട് എവിടെ? കത്തിച്ചു വെച്ചു പോലും. കത്തിച്ചു വെച്ചാൽ ഇവിടെ കാണില്ലേ? വെറുതെ അല്ല ഗതി പിടിക്കാത്തത്. എന്താ 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 മോളെ? അമ്മേ, അമ്മ നിലവിളക്ക് എടുത്തു വെച്ചോ? ഇല്ല. എണ്ണ ലാഭിക്കാനായിരിക്കും കത്തിച്ചു വെച്ച ഉടനെ എടുത്തോണ്ട് പോയത്. നിങ്ങൾ എന്തായി പറയുന്നേ? അമ്മേ, ഞാൻ നിലവിളക്ക് കത്തിച്ചു വെച്ചതാ, ഇപ്പൊ കാണുന്നില്ല. എന്റെ ഭഗവതി, വിളക്ക് കാണുന്നില്ലെന്നോ? വിളക്ക് ആര് കൊണ്ടുവരാ? ഗോപിയോടെ നിന്റെ പൊന്നാരമോൻ. പണ്ടാറടങ്ങാൻ എന്തിനാടോ നിലവിളക്ക് വെക്കണത്? വീട്ടിൽ ഇത് ഉപയോഗിക്കാറില്ല മുതലാളി. അവിടെ ചെറിയ നിലവിളക്കാണ് കത്തിക്കുന്നത്. രാമാനന്ദ, ഓ, ഈ ദിവ്യലി തുക്കുഞ്ചോന് ഉത്തൂലി അസ്മുൻ സാങ്ക്. തനിക്ക് ജോലിയൊന്നും ആയില്ലടോ? ഇല്ല മുതലാളി. അല്ല, BA പഠിച്ചവൻ ഇവിടെ പാത്രം എടുത്തു കൊടുക്കാൻ നിൽക്കണു. പിന്നെ 10ാം ക്ലാസ്സുകാരനായ തനക്ക് എന്ത് ജോലി കിട്ടാനാ? എനിക്ക് സർക്കാർ ജോലിയിലൊന്നും വലിയ താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു സിനിമ നടനാവണമെന്നാ. മുതലാളിക്ക് പരിചയമുള്ള സിനിമാക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കാര്യം. സിനിമ? അയ്യടാ, ഈ മോന്ത കണ്ടാലും മതി. അല്ല മുതലാളി, മേക്കപ്പ് ചെയ്യുമ്പോ എന്റെ മുഖത്ത് നല്ല ചന്തം വരും. ഞാൻ അഭിനയിച്ച നാടകങ്ങളൊന്നും മുതലാളി കണ്ടിട്ടില്ലല്ലേ? ഇല്ല. 2 കിലോ മുതലാളി. 150 രൂപ 50 പൈസക്കുണ്ട്. വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമുക്ക് പുളിവാലാകരുത് കേട്ടോ. അയ്യോ, മുതലാളിക്ക് എന്നെ വിശ്വാസമില്ലേ? അച്ഛൻ പറഞ്ഞു വിട്ടാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി, കൂടെ വരാം. അല്ല മുതലാളി, ഈ ഇത്രയും വലിപ്പമുള്ള ഇഡ്ഡലി കുട്ടത്തിന് എന്തോ വില കിട്ടും? അല്ല, വേറെ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വില പറഞ്ഞു കൊടുക്കാല്ലോ. എന്ത് പറയാനാ, ഭഗവതിയാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്.
എന്റെ കല്യാണം കഴിഞ്ഞ് അമ്മ വീട് കാണാൻ വന്നപ്പോ കൊണ്ടു തന്ന നിലവിളക്കാ. എത്ര കൊല്ലത്തെ പഴക്കമുള്ളാണെന്ന് അറിയാവോ? കത്തിച്ചു വെച്ച നിലവിളക്ക് ആരെങ്കിലും കട്ടോണ്ട് പോവോ അമ്മേ? പിന്നെ കള്ളന്മാർ അതൊക്കെ നോക്കിയിട്ടില്ലേ കക്കാൻ നടക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകാന്ന് വെച്ചാൽ കുടുംബത്തിന് ഐശ്വര്യക്കേട്. ആണായിട്ട് ഒരുത്തൻ ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ജോലിയും കൂലിയും ഇല്ലാതെ രാവിലെ തന്നെ ഇറങ്ങും അവൻ നാട് തിരങ്ങാൻ. പിന്നെ പാതിരാത്രിക്കല്ലേ കയറി വരുന്നത്. എനിക്ക് ജോലി കിട്ടാത്ത എന്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല. വെറും 10ാം ക്ലാസ് പാസ്സായതിന് കൂലിപ്പണി പോലും കിട്ടൂല ഇന്നത്തെ കാലത്ത്. എല്ലാത്തിനും നിനക്കൊരോ ന്യായങ്ങളുണ്ടാവും. ഓ അമ്മ തുടങ്ങി. ചേട്ടാ, നമ്മുടെ നിലവിളക്കാരോ കട്ടോണ്ട് പോയി. അയ്യോ, എപ്പോ? സന്ധ്യയ്ക്ക് ഞാൻ കത്തിച്ചു വെച്ചതാ. പോയി, സകലതും പോയി. സന്ധ്യാസമയത്ത് ആ വലിയ വിളക്ക് കൊളുത്തി വെക്കുന്നതായിരുന്നു ആകെ കൂടി ഈ വീടിനുണ്ടായിരുന്ന ഐശ്വര്യം. അത് പോയി കിട്ടി. അച്ഛനും നിങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ? എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. കുറെ ദിവസം മുമ്പ് പുറത്ത് വെച്ചിരുന്ന ചെമ്പ് കൂടെ എടുത്തോണ്ട് പോയി. പിന്നെ കൈ കഴുകാൻ വെള്ളം വെച്ചിരുന്ന കിണ്ടി കാണാതായി. ഇപ്പത്തെ നിലവിളക്ക്. എന്റെ ബലമായ വിശ്വാസം നമ്മളെ ശരിക്കും അറിയാവുന്ന ആരെങ്കിലും കരുതിക്കുട്ടി മോഷ്ടിച്ചിട്ട് കടയിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണെന്ന്. അച്ഛാ, എന്താ ഈ കേൾക്കുന്നത്? മോഷണത്തെ കുറിച്ച് ഇന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഇടിച്ചെല്ലാത്തിന്റെ എല്ലാവരും വരും. കംപ്ലൈന്റ് കൊടുക്കാം, പക്ഷെ പോലീസുകാർ ഇടിച്ച് എല്ലൂരിന്ന് കണ്ടു നിൽക്കാനുള്ള ശേഷി നിന്റെ അമ്മയ്ക്കുണ്ടാവില്ല. ഇതല്ലേടാ വിളക്ക്? ആ, ഒരു 150 രൂപ എടുത്തേ. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ബ്രേക്ക് കുറവാ, അതുകൊണ്ടാ. ചേച്ചി, ദേ ഗോപിയേട്ടൻ. അതിനെന്താ, അവിടെ നിൽക്കട്ടെ. നമ്മൾ കണ്ടാരും അച്ഛൻ അറിയണ്ട. അച്ഛനും അമ്മയും കൂടി വഴക്കാണെന്ന് പറഞ്ഞ് അമ്മയോടും ഗോപിയേട്ടനോടൊക്കെ നമ്മൾ മിണ്ടായിരിക്കുന്ന എന്തിനാ? നിനക്കതൊക്കെ പറയാം. അച്ഛൻ ഇഷ്ടമില്ലാത്ത ആരോടും ഞാൻ മിണ്ടാൻ പോയില്ല. ഗോപിയേട്ടാ, അച്ഛനും അമ്മാവനും കൂടിയുള്ള വഴക്ക് ഈ ജന്മത്ത് തീരുമെന്ന് തോന്നില്ല. അത്രയ്ക്ക് വാശിയും വൈരാഗ്യമാണ് അമ്മാവനോട് അച്ഛന്. ഇതിനിടയിൽ കിടന്ന് നീറുന്നത് നമ്മളാണ്. ബസ് സ്റ്റോപ്പിലെ മരത്തിൽ പൊത്തുകൾ ഉണ്ടായത് നമ്മുടെ ഭാഗ്യം. നമ്മുടെ ഈ പോസ്റ്റൽ സർവീസ് അച്ഛൻ അറിഞ്ഞാൽ അന്ന് എന്റെ കഥ കഴിക്കും. എത്ര ദിവസമായി ഗോപിയേട്ടനെ ഒന്ന് സംസാരിച്ചിട്ട്. എവിടെ വെച്ചാ ഒന്ന് കാണുക. അച്ഛനും അമ്മാവനും ആരും അറിയാത്ത ഒരു സ്ഥലം ഗോപിയേട്ടൻ കണ്ടുപിടിക്കുക. ഞാൻ അവിടെ വരാം. സ്വന്തം സരിത. എന്താ ഗോപിനാഥ തനിക്ക് ഇരിക്കുന്നത്? പക്ഷേ ഈ പലചരക്കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റിൽ നിറയെ ഉച്ചാരണ തെറ്റാ. അത് വായിച്ച് ചിരിച്ചതാ. അല്ലാതെ ഞാൻ പ്രേമലേഖനങ്ങളൊന്നും ആരുടെയും വാങ്ങിക്കാറില്ല. ഞാൻ വളരെ സ്വഭാവശുദ്ധിയുള്ള ചെറുപ്പക്കാരനാണെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അതിന് മാസ്റ്റർ അറിയാലല്ലേ? വരട്ടെ മാഷെ. പിന്നെ ഈ സാധനങ്ങളുടെ ലിസ്റ്റിൽ ആരൊന്നും അച്ഛനടുത്ത് പറയണ്ട. അച്ഛന് കുറ്റബോധം തോന്നും. വരട്ടെ. ഭാരതി, ദേ മോൻ തെങ്ങ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. വെട്ടി വിഴുങ്ങാൻ എന്തെങ്കിലും കൊടുക്ക. അല്ല, തെങ്ങുകയറ്റത്തിന് പോയിട്ട് സാറിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. മകന് തെങ്ങേറി നടക്കാൻ ഏക്കർ കണക്കിന് തെങ്ങും പുരടല്ലേ അച്ഛൻ മേടിച്ചിട്ടിരിക്കുന്നത്? അതെ അതെ, തെങ്ങിൻ തോപ്പ് മേടിക്കാൻ ലക്ഷക്കണക്കിന് രൂപയല്ലേ മകൻ സമ്പാദിച്ചുകൊണ്ട് വരുന്നത്. ഈ പറയുന്ന അച്ഛൻ ഇതുവരെ എന്തെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തറവാട്ടി നോഹരി കിട്ടിയ ഈ വീടും 7 സെന്റ് ഭൂമിയും അല്ലാതെ വേറെ എന്തുണ്ട് അച്ഛന് സ്വന്തമായിട്ട്? എന്നിട്ടിപ്പോ അമ്മായിയുടെ പേരിൽ കേസും കൊടുത്ത് നടക്കല്ലേ എല്ലാം കൂടി വെട്ടിപ്പിടിക്കാൻ? ഇപ്പൊ കിട്ടും. എനിക്കും കൂടി അവകാശപ്പെട്ടാടാ അവളും അവനും കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടും പറമ്പും വിറ്റിട്ടാണ് ഞാൻ കേസ് നടത്തും. ആരാ ചോദിക്കാൻ? ഉള്ളത് കട്ടോണ്ടുപോയി തിന്നു കുടിക്കാനല്ലാതെ കാൽ കാശ് വാരം നിന്നെ കൊണ്ടുണ്ടോ? എന്നിട്ട് അവൻ നിന്ന് പ്രസവിക്കുന്നു. മക്കളോടും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. നിർത്തല. അച്ഛനോട് തർക്കുത്തരം പറയുന്നു. കയറിപ്പോടാ, പോകാൻ. എന്തിനാ ചേട്ടാ
അച്ഛനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? കുടുംബത്തിന് കാശിന് പ്രയോജനമില്ലാത്തവനാ ഞാൻ, സമ്മതിച്ചു. എന്നെ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ഗോപി പാവം, കഥയില്ലാത്തവൻ. പഠിച്ചിരുന്നെങ്കിൽ എനിക്കും കിട്ടുമായിരുന്നു ജോലി. നമ്മുടെ അപ്പോഴത്തെ സ്ഥിതി അങ്ങനെയായിരുന്നതുകൊണ്ടല്ലേ ചേട്ടനെ. അപ്പൊ നിന്നെ കോളേജിൽ അയച്ചതോ? കുന്നത്ത് തറവാട്ടിൽ നിന്ന് പെമ്പിള്ളേരാരും കോളേജിൽ പോയിട്ടില്ല അത്രേ. നിന്നെ കോളേജിൽ അയച്ച് പേരെടുക്കാമെന്ന് വിചാരിച്ചു. നിന്നെ പഠിപ്പിച്ചതിലുള്ള വിഷമം കൊണ്ട് പറഞ്ഞതല്ല, എനിക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് പറഞ്ഞു പോയതാ. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരും തേങ്ങയരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. പയ്യൻ സരിതയെ കോളേജിൽ പോകുന്ന വഴിക്കോ മറ്റെവിടെയെങ്കിലോ വെച്ച് കണ്ടു കാണും. അവന് അവളെ വളരെ ബോധിച്ചു അത്രേ. തറവാട്ടുകാരെന്ന് വെച്ചാൽ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണെന്ന് കൂട്ടിക്കോളൂ. അബുദാബിയിൽ സിറ്റി ബാങ്കിലാണ് പയ്യന് ജോലി. അടുത്ത തവണ ലീവിന് വരുമ്പോ കല്യാണം നടത്തണമെന്നാണ് ഭാസ്കരൻ നായരുടെ അഭിപ്രായം. കേട്ടപ്പോ എല്ലാം കൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത്. രാജേശ്വരിക്ക് എന്ത് തോന്നുന്നു? അവള് പഠിക്കുകയല്ലേ. പെൺകുട്ടികളുടെ പഠിപ്പും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? എപ്പോ വേണമെങ്കിലും നിർത്താമല്ലോ. പിന്നെ പയ്യൻ ലീവിന് വരാൻ ഇനിയും 5-6 മാസം കൂടി ഉണ്ടല്ലോ. അത്രയും നാൾ വേണമെങ്കിൽ പഠിച്ചോട്ടെ. എന്താ നിനക്കൊരു വല്ലായ്മ? ഏയ്, ഒന്നുമില്ല. എനിക്കറിയാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ അത് പുറത്തെടുക്കണ്ട. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. പോയി കിടക്കാൻ നോക്ക്. പ്രിയപ്പെട്ട സരിതയ്ക്ക് ഏതായാലും 2 രൂപ 70 പൈസ ബസ്സിന് മുടക്കി അച്ഛനോ അമ്മാവനോ ഇവിടെ വരാൻ പോണില്ല. അതുകൊണ്ടല്ലേ ആർക്കും സംശയം തോന്നാത്ത ഈ ആശുപത്രി തന്നെ നമ്മുടെ മീറ്റിംഗ് പ്ലേസ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചത്. ആശുപത്രി വരാൻ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? ഗോപേട്ടിനെ കാണാതിരിക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും. കണ്ടു കഴിയുമ്പോ ഒന്നും മനസ്സിലുദിക്കില്ല. പിന്നെ ഒരു കൂട്ടുണ്ട് പറയാൻ. എത്ര ബുദ്ധിമുട്ടിയാലും ഗോപേട്ട ഒരു ജോലി സംഘടിപ്പിക്കണം. അതെന്ത് ജോലി ആയിക്കോട്ടെ. ഒരു പിയൂന്റെ ജോലിയാണേലും എനിക്കിഷ്ട. ഒരു ജോലി ഉണ്ടെന്ന് പറയാലോ. ഞാൻ അന്വേഷിക്കാഞ്ഞിട്ടാ? ചൂടാവാൻ വേണ്ടി പറഞ്ഞല്ല. എല്ലാം ഞാൻ ഇരട്ടക്കുളങ്ങര ഭഗവതിയോട് പറഞ്ഞിട്ടുണ്ട്. വലിയ വീട്ടിലെ പെൺകുട്ടിക്ക് വലിയ മോഹങ്ങൾ ഉണ്ടാവും. അതൊക്കെ ഭഗവതി കേട്ടെന്നും വരും. പക്ഷെ എന്റെ കാര്യത്തിൽ എല്ലാ ദൈവങ്ങളും കൈയൊഴിയാൻ. ഗോപേട്ട അങ്ങനൊന്നും പറയണ്ട കേട്ടോ. അയ്യോ അച്ഛൻ. കരുന്ന പൊക്കോളൂ. നടന്നു. നീ എന്താ ഇവിടെ? പിന്നെ ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ആശുപത്രിയിൽ വന്ന് രോഗികളെ കാണാറുണ്ട്. നാളെ ഞാനൊരു വലിയ പണക്കാരനായി മാറുമ്പോ അഹങ്കാരം വരാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ ചില ദുഷ്ടന്മാരുണ്ട്, സ്വന്തക്കാരുടെ സ്വത്ത് അന്യായമായി കൈവശപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കും. ഒരു കൊളസ്ട്രോളോ ഡയബറ്റീസോ പ്രഷറോ വന്നാ മതി. വരട്ടെ അമ്മാവാ. ആരുടെ സൈക്കിള്? ഗോപീട്ടൻ കൊണ്ടുവന്ന് വെച്ചതാ. പുറകെ ആള് വരുമോ എന്തോ. നിങ്ങൾ ഈ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവനെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ? അവന്റെ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ആയിരിക്കും. ஒரு போலீஸ் ஆபீசர் என்ற முறையில நான் உங்ககிட்ட சில கேள்விகள் கேட்கிறேன்.